ലാൽ സാറിന്റെ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്ന് ഫാമിലി സിനിമയാണെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വിജയത്തിന്റെ വലിപ്പം എന്തായിരിക്കും എന്നുള്ളത്. ഈ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് എല്ലാം ഓറഞ്ച് തെളിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കരയുന്നത് ഞാൻ വേറൊരു സിനിമയിൽ കരച്ചിൽ വർക്ക് ആയതുകൊണ്ട് വെച്ചതല്ല, ഈ സിനിമ ഡിമാൻഡ് ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറിന്റെ ഇമോഷനുമാണ്. തമറ് കഥ പറഞ്ഞു കഴിഞ്ഞ് ദീപക് കരഞ്ഞു. അപ്പോഴേ തുടങ്ങിയ കഥ കേട്ടപ്പോ തന്നെ കണ്ണ് പറഞ്ഞു 38 മുട്ട എങ്ങാണ്ട് എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവന്റെ ഈ സ്വഭാവം കാരണം എടുത്ത് എറിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അവൻ സേഫ് ആയിട്ട് പഠിച്ചതാണ്. സത്യേട്ടന്റെ സിനിമയാണ് രണ്ടാമത്തെ സിനിമ. കുച്ചായിട്ടല്ല ഡിനോസർ ആയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മള് പോയി അഭിനയിക്കുമല്ലോ. എന്ത് വെറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഫേസിലാണോ ഇപ്പൊ ഉള്ളത്? ജീവിതം തന്നെ അങ്ങനെ കൊണ്ട് എത്തിച്ചു. ജീവിതമാണ് EMI കളാണോ? കുറച്ച് കടന്നിരുന്നത് നീ ചോദ്യം കേട്ട ഞാൻ വരുമ്പോ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ജോലി കിട്ടിയിട്ടില്ല മലയാളികളുടെ കാഴ്ചപ്പാടില്. ഞാൻ അലസനായ യുവാവാണ് ഇപ്പോഴും. ആസിക്കാണോ ദീപകേട്ടനാണോ അടിപൊളി? രണ്ടുപേരും നല്ലപോലെ അഭിനയിക്കും. ആക്ടേഴ്സ് ഇപ്പൊ ന്യൂസിലൊക്കെ വരുന്ന എന്ത് കാര്യത്തിന് സിനിമ സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നുണ്ട്. മാങ്ങയുള്ള മാവില് കല്ലെറിയൂന്ന് പറയുമല്ലോ. ദീപക് ഉണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനും അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? പടം ഹിറ്റാവുന്ന ഉറപ്പാ. പ്രൊമോഷനൊന്നും ആവശ്യമേ ഇല്ല. ചായനല്ലേ കുടിക്കുന്നത്. ഫീൽ ഗുഡ് സിനിമകളും ആസിഫ് അലിയും അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. വീണ്ടും ആ സേഫ് സോണിലേക്കാണോ ആസിഫ് അലി എത്തുന്നതെന്ന് ചോദിച്ചറിയാം. സർക്കിറ്റിന്റെ പ്രൊമോഷനുമായിട്ട് സർക്കിറ്റിന്റെ ടീം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. അതൊരു സേഫ് സോൺ ആണോ? ആണോ? ആണ്. സേഫ് സോൺ ആണോ എന്ന് വെച്ചാൽ എന്റെ ഇപ്പൊ സൺഡേ ഹോളിഡേ പോലെയുള്ള സിനിമകൾ ആളുകൾക്ക് എവിടേക്കും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് തന്നിട്ടുണ്ട് ആളുകൾ, പ്രേക്ഷകർ എനിക്ക്. അപ്പൊ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോട് സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആയിരിക്കാം അതൊരു സേഫ് സോൺ ആയിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് ഭയങ്കര അമാനുഷികമായ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ഡെഫിനറ്റ്ലി ആണെന്ന് തോന്നുന്നു. ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചെയ്യാൻ നമ്മൾ ഈ ഓരോ ഷോട്ടിലും ഓരോ റിയാക്ഷൻ തരുന്ന ആക്ടേഴ്സ് ഉണ്ട്. നല്ല ഒരേ ഷോട്ടിൽ തന്നെ എപ്പോഴും ഒരേ കാര്യം തന്നെ തരുന്ന ആക്ടേഴ്സും ഉണ്ട്. ആസിഫ് അലി അതിൽ ഏത് ഗണത്തിൽപ്പെടും? അല്ല, ആസിക്ക എനിക്ക് മനസ്സിലായത് നമ്മളെന്ത് പറഞ്ഞു കൊടുത്ത് അത് കൃത്യമായി കൺസീവ് ചെയ്തിട്ട് എന്താണ് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെ അല്ലേ എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്തിരുന്നത്. എല്ലാ സിനിമകളും ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അല്ല, ഇപ്പൊ തട്ടുമലാട്ടം ഏറ്റെടുത്തിട്ടുണ്ട്, സർക്കിട്ടിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എന്ത് റോളും എടുക്കാൻ വേണ്ടി സന്നദ്ധനായിട്ടുള്ള എന്തും ചെയ്യാൻ പിടിച്ചാൽ മതി. എന്ത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഫേസിലാണോ ഇപ്പൊ ഉള്ളത്? ജീവിതം തന്നെ അങ്ങനെ കൊണ്ട് എത്തിച്ചു. ജീവിതമാണ് EMI കളാണോ? EMI-കളൊന്നുമില്ല. EMI ഉണ്ട്, ഒരു വീടിന് ലോൺ ഉണ്ട്. പക്ഷെ അതല്ല, കുറച്ച് കടന്നിരുന്നത്. അതായത് സിനിമകൾ അങ്ങനെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ദീപക് ഉണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ തിരുത്തുന്നില്ല. അത് നമ്മൾ കണ്ണൂർ സമയത്ത് പറഞ്ഞായിരുന്നു. അത് ദീപക് ഉണ്ടെങ്കിൽ ആ പടത്തിനൊരു അല്ല, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അതെ. അപ്പൊ ഇതിനും അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ? പടം ഹിറ്റാവുന്ന ഉറപ്പാ. നോക്കാന്നില്ല. പ്രൊമോഷനൊന്നും ആവശ്യമേ ഇല്ല. ചായനല്ലേ കുടിക്കുന്നത്. ജനകീയ സിനിമ എന്നുള്ളൊരു ഫോർമാറ്റിൽ സർക്കിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾ വി ഇമാജിനസ് ലൈറ്റും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആളുകൾ കുറേ അത് കാണുമോ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അത് കാണുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ആ ബോഡി ഓഫ് വർക്ക് ആളുകൾ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം വിഷമമായിട്ട് വരാറുണ്ടോ? ഏത് ഇപ്പം ഓൾ വി ഇമാജിനസ് ലൈറ്റിന്റെ ആണോ? അതെ, അത് എത്ര പേര് കാണുമോ അത് എന്നുള്ളൊരു കാര്യം. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ സിനിമ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ആണ്. ഓക്കെ. ഞാനും പലതരത്തിലുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യലി ചെയ്ത് ഇതിഹാസ, ടേക്ക് ഓഫ്, അങ്ങനെ കുറച്ച് സിനിമകളും ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പം, ഇൻക്ലൂഡിങ് ക്യാൻസ് ആണെങ്കിലും. സർക്കിട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയെ നോക്കുന്നു എന്നൊക്കെ നമുക്ക് പാട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു അമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തമറാണോ പറഞ്ഞത്? സ്വയം ഒരു ലേണിംഗ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും താമര എഴുതിയ താമറിന്റെ ഇമാജിനേഷനിലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും താമർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ആസ് ആൻ ആക്ടർ എൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു മാനറിസം ബിലീവബിൾ ആകണമല്ലോ. ഈ കുട്ടി ഇങ്ങനെ ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം
പിന്നെ ഇങ്ങനെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു നേഴ്സാണ് പ്രൊഫഷൻ. അപ്പം അതുപോലെ തന്നെ അവരുടെ ഋതവും ജീവിതത്തിലുള്ള ഒരു ഋതവും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പം അത്തരത്തിൽ ഒരു ആക്ടറിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. പ്ലസ് താമറും കറക്റ്റായിട്ട് തന്നെ ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ തന്നതും. ഓർഹാൻ, എവിടുന്ന് ഇതൊക്കെ പഠിച്ചേ ഈ ഫ്ലിപ്പും? അത് വാപ്പി അമ്മയും പഠിപ്പിച്ച. വാപ്പി അമ്മ എവിടുന്ന് പഠിച്ചേ? വാപ്പി നാഷണലിലായിരുന്നു. അപ്പൊ വാപ്പിക്ക് സ്പോർട്സ് അത്യാവശ്യം അറിയാം. അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ച യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിപ്പിച്ച. ഇവന്റെ ഈ സ്വഭാവം കാരണം എടുത്ത് എറിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അവൻ സേഫ് ആയിട്ട് പഠിച്ചതാണ് അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം എടുത്തെറിഞ്ഞിട്ടുണ്ട്. കഴുത്തെ പിടിച്ചാക്കിയിട്ടില്ലേ? ഒരു ഷാഡോ പാരന്റിങ് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു ഞങ്ങളുടെ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ സിനിമ ചെയ്യുമ്പോൾ ഒത്തിരി പേഷ്യൻസ് വേണം, ഒത്തിരി പ്രിപ്പറേഷൻ വേണം. അപ്പൊ ഇത് രണ്ടും ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആദ്യം പോയത്. അതായത് ഒരുപാട് നൈറ്റ് ഷൂട്ട്സ് ഉണ്ട്, പല പല ടെറൈൻസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവനെ കൊണ്ട് എന്തൂരം സഹിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ. പക്ഷെ ഒരു പോയിന്റിൽ പോലും ഈ ജപ്പു എന്നുള്ള ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒർഹാൻ കാരണം നമുക്കൊരു ഷൂട്ട് ഡിലേ ആവുമോ, ഇവനൊരു മൂഡ് സ്വിങ് വന്നുകൊണ്ട് നമുക്കൊരു ഷൂട്ട് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ ഇവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു റാപ്പോ എനിക്ക് തോന്നുന്നു സിനിമയിൽ നല്ല രസമായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും ഓൾമോസ്റ്റ് ഈ ഏജ് ആണ്. അപ്പൊ അതും ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞി കുഞ്ഞി രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല സമയത്തും ഈ സീനിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇവനത് റിസീവ് ചെയ്യാനും അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു ഇത്. പിന്നെ ദുബായിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് തന്നെ പല സമയത്ത് നമുക്ക് ഈ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അത്രയും ഫ്രീഡം അല്ലെങ്കിൽ അത്രയും ലാവിഷ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവൻ എല്ലാ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത്. പിന്നെ ഹീസ് ദ സ്റ്റാർ. താരസമയം വൈബ് കിട്ടുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. എത്രത്തോളം സത്യമുണ്ട് അതിനകത്ത്? ഇല്ല, എനിക്ക് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിന് എനിക്ക് ഇമോഷൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് സിമിലർ ആയിട്ടുണ്ടാകും, പക്ഷെ സ്റ്റോറി ലൈനൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. ഈ കുട്ടികളുടെ സിനിമകൾക്ക് ഒരു ട്രജക്ടറി ഉണ്ടല്ലോ, അതായത് ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, അതിലൂടെ മുതിർന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് കിട്ടും, എന്നിട്ട് ആ കുട്ടിയെ കുറച്ചുകൂടി സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ട്രജക്ടറി ഉള്ള സിനിമകളില്ലേ കുറേ? അത് സർക്കിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല. ചില ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പെർസ്പെക്റ്റീവ് കാണിച്ചിട്ട് അത് മുതിർന്നവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കാനുണ്ടോ എന്നുള്ള ഒരു സെർച്ചിങ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു ടേക്സ് ഉണ്ട്. പക്ഷെ അതിലപ്പുറത്തേക്ക് തന്നെ ഒരു പാരൻറ്റിങ്ങിൻ്റെ സൈഡ്, അതുപോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട്, അതൊക്കെയാണ് സിനിമ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ജേണി ഇപ്പം ഈ മുമ്പ് കുട്ടികളുടെ സിനിമ ചെയ്യുമ്പോൾ കുട്ടികളുടെ അഭിനയത്തിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംവിധായകർ കാണിച്ചു കൊടുക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പം അത് കുറച്ച് എല്ലാ കുട്ടികളും എല്ലാ പടത്തിലും ഏകദേശം ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പം ഡയലോഗ്സ് ഉൾപ്പെടെ അതിൻ്റെ മോഡുലേഷൻ അല്ലെങ്കിൽ അവർ കരയുന്നത് ചിരിക്കുന്നത് അത്ഭുതമൊക്കെ ഒരേപോലെ ആയിരിക്കും. നമുക്ക് പിന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ നിങ്ങൾ മെയിൻ ആക്ടേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യണം, അപ്പോൾ അവരുടെ നല്ല പെർഫോമൻസ് വരും എന്നുള്ളതൊക്കെ. ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇദ്ദേഹത്തിന് ആക്ടിങ് അവിടെ നിന്ന് എടുക്കുക? അങ്ങനെയല്ല, നമ്മളെന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഒരു പ്ലാൻ ചെയ്തത് നമ്മുടെ ജപ്പു എന്നുള്ള ക്യാരക്ടറിന് ലുക്ക് മാച്ച് ആവുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ പേരെ ഒരു ഓൾമോസ്റ്റ് 750 കുട്ടികളെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് പല ഓഡീഷനായിട്ട്. അങ്ങനെയാണ് ജപ്പുവിനെ അവിടുന്ന് കണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സും പരിപാടിയൊന്നും എഴുതി വെച്ച പോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഫ്ലോപ്പ്. അപ്പം നമ്മൾ കുട്ടികളുടെ സിനിമ എന്നൊക്കെ പറഞ്ഞത് അതിൽ അവരുടെ ഒരു പരിപാടി വർക്കാകുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക്ക് നമുക്ക് ഫീൽ ചെയ്യാറ്. അതായത് അവരായിട്ട് അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു സ്പേസ് കൊടുത്ത് എന്താണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മാറ്റർ അത് അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ രീതിയിലാണ് ഞാനത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അതിനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്.